ഹലോ ഫ്രണ്ട്സ്, ചെറിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിഫ്റ്റി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു ശ്രദ്ധയോടുകൂടി വേണം ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലൊക്കെ എന്നിട്ട് പറയാം മാർക്കറ്റായിട്ട് ഡീൽ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് പ്രോഫിറ്റുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു 50% ഒക്കെ ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് ക്യാഷ് ഒക്കെ കയ്യിൽ വെച്ചിരിക്കാം. അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് ഉള്ളതൊക്കെ റൈഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ടെങ്കിലൊക്കെ ഒരു ചെറിയ എന്തിട്ടെങ്കിലും ന്യൂസുകൾ മതി. കാരണം ഇത്ര ഹൈലിരിക്കുമ്പോൾ നമുക്ക് ഒരു താഴേക്കൊക്കെ ചെറിയൊരു കറക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ. പക്ഷെ ലോങ്ങിലേക്ക് നിങ്ങൾ നല്ലൊരു സ്റ്റോക്കുകളിൽ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വെൽത്ത് ഉണ്ടാക്കാനായിട്ട് ഇനിയുള്ള ഒരുപാട് വർഷങ്ങൾ പറ്റും തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് തെളിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നല്ല സ്റ്റോക്കുകൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ഓറിയന്റ് പേപ്പറൊക്കെ 48 ഷെയർ ചെയ്തപ്പോൾ കാണാൻ ഏകദേശം 60 റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ മർക്കസൻ ഫർമ ഏകദേശം 150 സംതിങ് ലെവലിൽ ഒരു സ്റ്റഡി ചെയ്യാനായിട്ട് തന്നതൊക്കെ എങ്ങനെയാ പെർഫോം ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റി. പിന്നെയും പെർഫോം ചെയ്യാത്ത കുറെ ചെറിയ സ്റ്റോക്കുകളുണ്ട്. അതൊക്കെ ഓരോ സമയം സന്ദർഭമൊക്കെ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്കാവും. അത് അല്ലെങ്കിൽ അതിന് സമയം നമ്മൾ വളരാനായിട്ട് കൊടുക്കണം. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്നുള്ള പാഠം. അപ്പോൾ ഞാൻ ഈ NSE-യുടെ ഒക്കെ ഒരു ഡാറ്റ ഒക്കെ കാണിക്കാം. അപ്പോൾ NSE-യിലൊക്കെ എന്ന് പറയുന്നത് ഈ FISന്റെ ഷോർട്ട് പൊസിഷൻ, പിന്നെ അതേപോലെ ലോങ് പൊസിഷൻ, അവരെ ഏത് ഡയറക്ഷനിലാണ് ചിന്തിക്കണത് എന്നുള്ളതൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. പക്ഷെ അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡാറ്റ വന്നൊന്നും അറിയില്ല, ഞാൻ നോക്കാം. ഇത് 5 ജൂലൈ. അപ്പോൾ അതിൽ FNO പാർട്ടിസിപ്പൻറ്റ് വൈസ് ഓപ്പൺ ഇൻട്രസ്റ്റ് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും അത് സേവ് ചെയ്തിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ അവരുടെ ഷോർട്ട് ആൻഡ് ലോങ് പൊസിഷനൊക്കെ കാണാം. അപ്പോൾ ഇത് FISന്റെ ഡാറ്റയാണ്. അപ്പോൾ അതിൽ ഫ്യൂച്ചറിൽ അവർ ലോങ്ങിലേക്കാണോ എങ്ങനെയാണെന്നുള്ളത് ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും ആ മാർക്കറ്റിന്റെ ഡയറക്ഷനൊക്കെ ശരിക്കും നിശ്ചയിക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈക്വൽ ടു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ B5 വരും. പിന്നെ ഇങ്ങനെ ഒരു ബാർ അടിച്ചു കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അത് അടിക്കുക, പ്ലസ് അടിക്കുക, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ക്ലിക്ക് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ആയില്ല, ക്ലോസ് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടിയും നമ്മളിത് അടിച്ചു, എന്നിട്ട് ക്ലോസ് ആക്കി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കാണാം FII ഏകദേശം ലോങ് പൊസിഷൻ, അതായത് അവര് ലോങ് പൊസിഷൻ ഏകദേശം 83% ആണ്. അപ്പോൾ ഷോർട്ട് അവരുടെ വളരെ കുറച്ച് മാത്രമാണ് കയ്യിലുള്ളൂ. പക്ഷെ അത് നമുക്ക് എത്ര നാൾ അവർ ആ പൊസിഷൻ കീപ്പ് ചെയ്യും എന്നുള്ളത് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. ഇപ്പൊ അവരത് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ആ ഒരു ഡയറക്ഷനിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മളിപ്പോ നേരെ ഞാൻ കാണിച്ചു തരാം. അടുത്ത ഷോർട്ടിന്റെ വളരെ കുറച്ച് മാത്രമാണുള്ളൂ. ഏകദേശം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഇത് പ്ലസ് അടിക്കുക, നേരെ ഇതടിക്കുക, ക്രോസ് ചെയ്യുക, ഇത് എടുക്കുക. അപ്പൊ 16. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് അതായത് മാർക്കറ്റ് ഇപ്പൊ നമ്മളൊരു കറക്ഷനൊക്കെ സംഭവിച്ചിട്ട് മാർക്കറ്റ് എപ്പോഴാണ് റാലി ചെയ്യാന്നുള്ളതിന്റെ ഒരു ഇതെത്തുന്നത് ഏകദേശം ഇവരുടെ ഷോർട്ട് പൊസിഷൻ 70 അല്ലെങ്കിൽ 80 റേഞ്ചിലൊക്കെ ആയിരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള ഒരു 1000 പോയിന്റിന്റെ റാലിയൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഷോർട്ട് പൊസിഷനാണ്. അവരത് വൈൻഡ് ചെയ്യണ സമയത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവാണ് ചെയ്യുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ ആ മുകളിലേക്ക് അങ്ങോട്ട് ഇതാവാനുള്ള ഷോർട്ട് പൊസിഷനും കാര്യങ്ങളും ഇല്ല. ഇപ്പൊ HDFC അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള ഇവരുടെ കാര്യങ്ങളാണ് ഇവർ ഷോർട്ട് ചെയ്യാറ്. ഇപ്പൊ അത് കാരണമാണ് 1700 എന്നൊക്കെ ഒരു കുറച്ച് പോയിന്റ് ഒക്കെ താഴേക്ക് വന്നത്. ഇപ്പൊ ലോങ് ആണ് അവർ കൂടുതൽ ചിന്തിക്കുന്നത്. ഇനിയിപ്പോ ഇത് നേരെ എപ്പോഴാണ് ഇതൊക്കെ മാറാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ടാണ് കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ബുദ്ധിപരമായിട്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഏകദേശം നിങ്ങൾ ഓപ്ഷനിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുക. അതിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ഏകദേശം 11. അപ്പോൾ 11 ജൂലൈ എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ചയിലത്തെ ഇതാണ്. കണ്ടില്ലേ, ഏകദേശം അവര് പുട്ട് ഓപ്ഷനൊക്കെ 24,300 അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് വെച്ചേക്കാണ്. അപ്പൊ ഈ മന്ത്ലി നമുക്ക് എക്സ്പയറി 25 ജൂലൈ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം. കണ്ടില്ലേ, ഇവിടെ അൺവൈൻഡിങ് ആണ് ശരിക്കും 24,500 ആഡ് ചെയ്യപ്പെട്ടൊക്കെയാണ് പുട്ട് ഓപ്ഷൻ. അതുപോലെ തന്നെ അൺവൈൻഡിങ് ആണ് ഏകദേശം 25,000 ആഡ് ചെയ്തൊക്കെയാണ്
പക്ഷെ ആഡ് ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം പുട്ട് ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ബുള്ളിഷിനുള്ള സാധ്യതയാണ് ഇതിൽ തെളിയിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 24,000 അൺവൈൻഡിങ് ആണ് കോള്, പുട്ട് അഡീഷണൽ ആയിട്ട് അവര് ഇൻക്രീസ് ചെയ്തേക്കാന്ന്. അപ്പോൾ ഫുള്ള് അത് ഒരു ബുള്ളിഷ് മൊമെന്റ് ആണ് ശരിക്കും അതിൽ കാണിക്കുന്നത്. അപ്പോൾ എന്നാലും എന്തെങ്കിലും ഒരു ന്യൂസ് വന്നാൽ ഇതൊന്നും നമുക്ക് ബാധകമല്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു പബ്ലിക് ചാനലൊക്കെ ഉണ്ട് ടെലഗ്രാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ന്യൂസ് കാര്യങ്ങൾ മാർക്കറ്റിന്റെ അതൊക്കെ കിട്ടുമ്പോൾ ഞാൻ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. വെറുതെ നല്ല നല്ല ന്യൂസുകൾ കാര്യങ്ങൾ ഓരോരോ ഇതുകൾ അതൊക്കെ അങ്ങനെ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും നല്ലതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റോക്ക് പരിചയപ്പെടുത്താം. ഇത് റെക്കമെൻഡേഷനോ കാര്യങ്ങളല്ല, ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാറൊന്നുമില്ല. എൻ്റെ സ്റ്റഡി, എൻ്റെ വ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് അങ്ങനെ ഷെയർ ചെയ്യാറുള്ളൂ. നിങ്ങൾ ഒരു അഡ്വൈസറിൻ്റെ സഹായത്തോടെ മാത്രമാണ് നിങ്ങൾ അതൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ വ്യൂകളും കാര്യങ്ങളൊക്കെ നല്ല നല്ല അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റോക്കുകളൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളത് പഠിക്കുക, നന്നായി പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സി ലേൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്റ്റോക്ക്, അത് ഒരു 50 രൂപ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് അത് ഡൗൺ ട്രെൻഡ് ഒക്കെ അടിച്ച് ഏകദേശം ഒരു 7 രൂപ 90 പൈസയിലൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബെസ്റ്റ് പ്രൈസ് ശരിക്കും ഒരു എന്താ പറയാ, ഒരു നമുക്കൊരു 5 രൂപ 75 പൈസ ആ ഒരു റേഞ്ചൊക്കെ ആയപ്പോഴാണ് ഇത് ഇവിടുന്ന് ഒരു ചവിട്ടിക്കയറ്റിയത് മുകളിലേക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിനെ സമീപിക്കുക. അപ്പോൾ 100 EMAയുടെ മുകളിലാണ് ഇത് ട്രേഡ് ചെയ്യണത്. ഒരു റീടെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 7 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ ഇതിന്റെ ചാർട്ട് ഇതേപോലെയാണ് കാണുന്നത്. പിന്നെ അതിന്റെ ഫണ്ടമെന്റൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. സി ലേൺ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ലേണിങ്ങിന്റെ ഒരു ഓൺലൈൻ വഴി അങ്ങനെ നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മറ്റുള്ള പർപ്പസുകളൊക്കെ തരുന്ന ആ ഒരു ബിസിനസ് ആണ് ഇവരുടെ നമ്മുടെ ആപ്ടെക്. പിന്നെ അതുപോലെ തന്നെ കോംബികോം, ഇങ്ങനെയൊക്കെ കുറെ ഇതൊക്കെ ഇതിനായിട്ടുണ്ട്, മത്സരിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു മാർക്കറ്റ് ക്യാപ്പാണ്, വളരെ ചെറിയ കമ്പനിയാണ്, ചെറിയ PE റേഷ്യോ ആണ്. അപ്പോൾ ഏകദേശം കറന്റ് പ്രൈസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബുക്ക് വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെറ്റ് വളരെ കൂടുതലാണ്. പിന്നെ പെന്നി സ്റ്റോക്ക് അതിനനുസരിച്ചുള്ളതാണ് ഉണ്ടാവുള്ള. ഫ്രീ ക്യാഷ് ഫ്ലോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് 3 years പോസിറ്റീവായിട്ട് കാണാം, ലാസ്റ്റ് ഇയർ പോസിറ്റീവായിട്ട് കാണാം. പ്രൈസ് ടു സെയിൽസ് ഒക്കെ വളരെ ചീപ്പായിട്ടൊക്കെ കാണാം. അപ്പോൾ കറന്റ് അസറ്റ് ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ ഒരു രീതിയിലൊക്കെ ഉണ്ട്. ലയബിലിറ്റി കൂടുതലാണ്, പക്ഷെ അതൊരു ചെറിയ ഒരു എന്താ പറയുക സ്റ്റോക്കുകളായതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് നെഗറ്റീവിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള റിസർവ് സർപ്ലസും കാര്യങ്ങളൊക്കെ ഡെറ്റ് കുറച്ച് വരുന്നതും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. ഇൻവെസ്റ്റേഴ്സിന്റെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ സ്റ്റേക്ക് കുറച്ച് FIS കൊണ്ടുവന്നൊക്കെയാണ്. അത് അത്ര ഗുഡ് സൈൻ അല്ല. പക്ഷെ ലാസ്റ്റ് ഡിസംബറും മാർച്ചൊക്കെ ആയിട്ട് അവര് സെയിം ആണ് നിൽക്കുന്നത്. ഇനിയിപ്പോ മാത്രമല്ല, അതിന്റെ പബ്ലിക്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഒരുപാട് ചെറിയ ഫിനാൻസ് ആയിട്ടുള്ള കമ്പനികളും മറ്റുള്ള കുറച്ച് നല്ല ഒരു ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് പോസിറ്റീവ് ആണോ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ചെയ്യാം. ലാസ്റ്റ് ഇയറിലത്തൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം 2000 സെയിൽസിലൊക്കെ അവര് കുറച്ച് 3 വർഷമായിട്ട് മികച്ചതായിട്ട് വരുന്നുണ്ട്. കൊറോണ കഴിഞ്ഞപ്പോൾ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ EPS പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ സ്റ്റോക്കിന് ഒരു നമുക്കറിയില്ല ഏത് രീതിയിൽ, പക്ഷെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നന്നായി പഠിച്ച് അതിനൊരു ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഗോദാവരി ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് കാണാനായിട്ടാണ്. ചെറിയ ഒരു 100-ന് താഴെയാണ്. ഇതൊക്കെ ഹൈ റിസ്ക് ആണ്. അപ്പൊ നമ്മളൊക്കെ ശരിക്കും ഇതിനൊന്നും പ്രൊമോട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. കാരണം നിങ്ങളൊക്കെ അത് വളരെ പഠിച്ച് ചെറിയ സ്റ്റോക്കുകളൊക്കെ ചെയ്യാൻ മാത്രമാണ് പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ തോന്നിയ പോലെ ഒന്നും അങ്ങനെ എടുക്കാൻ, അതിന്റെ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അഡ്വൈസറിന്റെ സഹായത്തോടൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുക. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇതിന്റെ ഫണ്ടമെന്റൽസ് കാര്യങ്ങളുടെ ഒക്കെ ആ ഒരു ലിസ്റ്റ് നിങ്ങൾ നോക്കുക, ബാലൻസ് ഷീറ്റ് നിങ്ങൾ നോക്കുക എങ്ങനെയാന്നുള്ളത്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, സെയിൽസിൽ വരുന്ന മാറ്റങ്ങൾ, അവരുടെ പ്രോഫിറ്റ് മാർജിനിൽ വരുന്നത്, EPSലേക്കൊക്കെ വരുന്ന മാറ്റങ്ങൾ, അതൊക്കെ നോക്കുക. ലാസ്റ്റ് 5 years എങ്ങനെ പെർഫോം ചെയ്തു, ROE എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, സ്റ്റോക്ക് പ്രൈസ് എങ്ങനെയാണ് CAGR കാണിക്കുന്നത്, സെയിൽസിലുണ്ടാവുന്ന മാറ്റങ്ങൾ,
പിന്നെ അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് അത് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന്റെ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ഒരു 103 രൂപ റേഞ്ചിലാണ് ഒരു ചാനലിൽ കിടന്നിട്ട് ഇത് കളിക്കാനായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. 2020 എന്ന് തന്നെ പറയാം. 2020 തൊട്ട് അതൊരു അപ് ട്രെൻഡ് മൂവിൽ അങ്ങനെ പോയി 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 ഏകദേശം 103 അപ്പോൾ ഈ ഒരു ലൈൻ അതിന്റെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എൻട്രി എടുക്കാൻ പറ്റിയ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇതിന്റെ മറ്റുള്ള ഫാക്ടറുകൾ, അതായത് ഇതിന്റെ ഫണ്ടമെന്റൽസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ ബിസിനസ് ഗ്രോ ചെയ്യണതുണ്ട്, അവരുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ട അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നോക്കുക. മന്ത്ലി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം, ലാസ്റ്റ് മന്ത് വോളിയം ക്യാൻഡിലൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ക്യാൻഡിൽ ഒരു ബുള്ളിഷ് സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇത് നല്ല സപ്പോർട്ട് സോണുകൾ, പിന്നെ അതിന്റെ റിസൾട്ടുകളൊക്കെ ഈ പ്രാവശ്യം വരുന്നതൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ വേണം ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസ് ചെയ്യാം. നിങ്ങൾക്ക് RSI ഉണ്ടായിരിക്കാം, OBV, ബൊളിഞ്ചർ ബാൻഡ്, ഇങ്ങനെ പല പല ഇൻഡിക്കേറ്റേഴ്സും നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സമയം കൊടുക്കുക. നിങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങളുടെ ജോലിയുടെ കൂടെ തന്നെ ഒരു സൈഡ് ഇൻകം നിങ്ങൾക്ക് വരാനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലാണ് നമുക്ക് ഈ ലോകത്തൊക്കെ സസ്റ്റെയിൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊന്നില്ല എന്നുള്ള രീതിയിലൊന്നും ഇരുന്നിട്ട്, അല്ലെങ്കിൽ സാലറി മാത്രം ആശ്രയിച്ചിട്ടൊന്നും ഇന്നത്തെ കാലത്ത് അങ്ങനെ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പരമാവധി നിങ്ങളുടെ എക്സ്പെൻസ് കുറച്ചിട്ട് സേവിങ്സിലേക്കൊക്കെ ആയിട്ട് മാറ്റിവെച്ച നല്ല ഒരു റിട്ടയർമെന്റ് സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും